ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നവരാത്രിയുടെ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചുമ്മാ വീട്ടിലിരുന്നപ്പം ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ മുഖം കഴുകി വന്നിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബയോഡാം അറ്റോഡാം ക്രീം അൾട്രാ നറിഷിങ് മോയ്സ്ചറൈസറാണ്. മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ക്രീമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് നല്ലത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുക കേട്ടോ. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഭയങ്കര സെയിലാണ്. സെയിൽ കഴിഞ്ഞിട്ട് മുമ്പ് മേടിക്കുക. ഒരു 50-80% വരെ ഓഫിലാണ് ഈ ഒരു സെയിൽ പോയോണ്ടിരിക്കണേ. 1500-ൽ കൂടുതൽ ടോപ്പ് ബ്രാൻഡ്സ് ഒരുപാട് ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ നേരത്ത് കൈ കൊണ്ട് ഇടണ്ടെന്ന് വെച്ചിട്ട് ഇത് മാർസിൻ്റെ മേക്കപ്പ് ബ്രഷാണ്, ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ ഇടുന്നത്. അതിനുശേഷം ലോറിയലിൻ്റെ കൺസീലർ. ഈ ഫൗണ്ടേഷനും കൺസീലറും പക്ക എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ഭാഗ്യത്തിനൊക്കെ നമുക്ക് കിട്ടുകയെന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെയാണ്. ഞാൻ ഈ ഫൗണ്ടേഷനിലും കൺസീലറിലും ഒരുപാട് വെറൈറ്റികൾ പരീക്ഷിച്ച് നോക്കാറില്ല. ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് മാർസിൻ്റെ ബ്ലഷാണ്. ഞാനിപ്പോൾ എടുത്ത് വാങ്ങിയതാണ്. നല്ല ബ്ലഷാട്ടോ. ഞാൻ ഇത്തിരി എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബ്ലഷ് എനിക്ക് പറ്റിയൊരു ഏരിയ അല്ലാന്ന്. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കഥകളിലൊക്കെ തോന്നും. അത് ഞാൻ മേക്കപ്പ് ഇട്ടാൽ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്. പിന്നെ കുറച്ചെടുത്ത് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് ഞാനിപ്പം ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്ന സെയിം സംഭവം മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പുതിയതൊന്നും വാങ്ങിക്കാറില്ല. ഇത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ തീർന്നാൽ അതന്നെ വീണ്ടും വീണ്ടും മേടിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഐ ഷാഡോസ് ഒത്തിരി ഒന്നുമില്ല, ഒരു കുഞ്ഞി ഐ ഷാഡോ ക്വാഡാണുള്ളത്. അപ്പോൾ അതിനകത്തുള്ള കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാണ്ട് മാച്ച് ചെയ്ത് അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത ഞാൻ ഇന്നലെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓറഞ്ച് കളർ കുർത്തയാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഒരു സമയത്തേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചേരുന്ന ഒരു കുർത്ത കേട്ടോ. അപ്പം ഐ മേക്കപ്പ് കുറച്ച് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ണിൻ്റെ മുകളിലേക്ക് അധികം കൈവയ്ക്കാത്ത ആളാണ് കേട്ടോ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ഡാക്കി ലുക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. പോട്ടെ, കുഴപ്പമില്ല. നന്നായി മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണല്ലോ കിട്ടുക. ആ ഒരു സുഖം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പം കണ്ണെഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാജൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ പണ്ട് പറയാറുണ്ട്, കണ്ണെഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണ തേച്ചാലും ഇത് പോവില്ല കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ കുറേ കരി ബാക്കിയായിട്ടിരിക്കും. ആ ഒരു കാരണം കൊണ്ട് ഞാൻ കണ്ണധികം എഴുതാറില്ല. അപ്പോൾ എഴുതുമ്പം പിന്നെ കുറച്ച് മെനക്കെ എഴുതും കേട്ടോ. ഇത്തിരി ഒന്നല്ല, നന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് കണ്ണെഴുതാത്തതുകൊണ്ട് തന്നെ കണ്ണിൽ ആകെ ഇങ്ങനെ വെള്ളം വരൽ തുടങ്ങി. പിന്നെ ഞാനിതാ ബ്രഷ് വെച്ചിട്ട് ആ എഴുതി കൊടുത്ത ആ കൺമഷി ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഐ ഷാഡോ തന്നെയാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. മാർസിൻ്റെ മസ്കാരയും കൂടി ഇട്ട് കൊടുത്തപ്പം ഐ മേക്കപ്പ് ഫിനിഷായി. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ താഴെ കണ്ണെഴുതാണെങ്കിൽ മുകളിൽ ഐലൈനർ വെച്ച് എഴുതാറില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു 2 ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഇടുന്നത്. ഇത് എൻ്റെ ഡ്രസ്സിന് ഒരു കറക്റ്റ് മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നമുക്ക് കണ്ണ് ഇത്രയും കാര്യമായിട്ട് എഴുതുമ്പം ന്യൂഡ് ഷെയ്ഡ് മതി, പക്ഷേ മൊത്തത്തിൽ ഒന്ന് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ കമ്മലിട്ട് കൊടുത്തു. എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഏതാണ് അഗാരോൻ്റെ ഡ്രയർ, അത് വെച്ചിട്ട് മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ചൊരു ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടും തൊട്ടു. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.